സാറേ മോർണിംഗ്. മോർണിംഗ്. അത് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കിടന്നോട്ടാന്ന് വെച്ചാൽ കിടക്കാനുള്ള സമയമുണ്ടോ? എങ്ങനെയാ ഇവര് ലോഡോ? അല്ല അല്ല വേണം, ഞാൻ വേണമെങ്കിൽ കുറച്ച് നേരം ഓടിക്കാം. നിങ്ങൾ ഉറങ്ങിയില്ല അതുകൊണ്ട്. ഓടിക്കാൻ പറ്റുമോ? എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അവിടുത്തെ ഫാം വർക്കിംഗ് അല്ല, ഞാനിവിടെ ഓൺ ആക്കിയിട്ടേക്കുന്നു. ആ നമ്മളിപ്പോൾ ഇവന്മാർ ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ട്രക്ക് എടുത്തില്ല. നമുക്ക് അങ്ങോട്ടാണല്ലോ പോകണ്ടേ? ഇങ്ങോട്ടല്ലേ പോകണ്ടേ? കാര്യം ചെയ്യാം, ഇങ്ങോട്ട് എടുത്തിട്ടേ ഇങ്ങോട്ട് തിരക്കില്ല സാറേ. അല്ല ഇതിപ്പോ ഇവന്മാരിപ്പോ ഒന്നും കയറ്റിയത് കുറെ നേരം ആയതാ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് എന്നിട്ട് വേണം മരത്തിന്റെ അങ്ങോട്ട് ബാക്കി ഇടാമോ? ഓ മര പുറകെ പുറകെ വന്ന് ട്രക്ക് ഇടുവാണല്ലോ. ആ അതാ പറഞ്ഞേ. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് ഈ പുള്ളിനെ ഉദ്ദേശിച്ചു അങ്ങോട്ട് കയറ്റാമോ? ആ റോഡിലോട്ട് കയറ്റാമോ? ഞാൻ ഇറങ്ങട്ടെ എന്നാ. നിൽക്കാം. നമ്മളെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ദേവസ്വം ലോഡ് എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള അത്രപ്പാടില്ല. ഇവിടെ 2-3 വെയർ ഹൗസുകളുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരുടെയും വണ്ടി അവിടെ ഇവിടെ എല്ലാം കൊണ്ടിട്ടേക്കുക. അല്ലേ ദേവസ്വ? അതെ, എല്ലാവരുടെയും തലങ്ങും. ഇവിടെ പെട്ടെന്ന് തന്നെ ലോഡ് കിട്ടിയായിരുന്നു നമ്മളൊന്ന്. ഇല്ല, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ ഇറക്കുന്നവന്മാർ ഇതായിരുന്നു. ഞാൻ പിന്നെ ഒരുത്തിന് ഇറക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തതെന്ന് പറഞ്ഞു. എന്നാ ഓക്കെ, നീ അവൻ പണ്ടവൻ മര്യാദക്കാരനായിരുന്നു. ആ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. പിന്നെ അവന് തന്നെ അപ്പുറത്ത് വേറെ കൂടെ കൊടുത്തു. ഇവൻ പറഞ്ഞു നിങ്ങൾ സൂപ്പർ എയർലി ആണല്ലോ എന്ന് പറഞ്ഞു. ഭയങ്കര ടൈറ്റാന്ന് അവൻ. ആ പയ്യനാ. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരം ആവും നമ്മളത്തെ. അതാവും. എൻ്റെ ഫെയർഫീൽഡ് കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണത്. എന്നാ സാധനം കഴിഞ്ഞ പ്രാവശ്യം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണോ? അത് തന്നെ, മറ്റേ ഇത് കൂടി ബാർബിക്യൂ സോസ്, ജാപ്പനീസ്. Turn right at the traffic light. ലോഡ് ഫുൾ ലോഡാന്ന് തോന്നണം അല്ലേ? നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നണം അല്ലേ? വെയിറ്റ് 40,000 ആകുമ്പോൾ. In 500 meters, turn right on I-80 East. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വല്ലതും കഴിക്കാം. നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും നിർത്താൻ സൗകര്യം ഉള്ളിടത്ത്. എനിക്കൊന്നൊരു റെസ്റ്റ് ഏരിയ കിട്ടും. ഓക്കെ, നേരെ അവിടെ കയറ്റിയോ. നമ്മുടെ കാപ്പി എല്ലാം ഉണ്ട്. ഉണ്ടോ? അതെ, കിടന്നുണ്ടല്ലോ. പിന്നെ രാവിലെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടൂല. അല്ല പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഉറക്കം ഇത് വരുന്ന ഉറക്കം ഉണ്ടോന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി. അത് വിളിച്ചോളാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് കാലിഫോർണിയ മറ്റേ നമ്മൾ മറ്റേ അവിടുന്ന് ഇങ്ങോട്ട് വരികയല്ലേ ആ മുടിയാന്നേരം ഒരു ഞാനോർത്ത് നമ്മളെ ഒരു ഇൻസ്പെക്ഷൻ കയറ്റിയിരുന്നു. ഒരു സ്കെയിലിൽ കയറിയേ. ഇങ്ങോട്ട് മൊത്തം ഒരു 4 സ്കെയിലുണ്ടായിരുന്നു. അത് 2 ബൈപ്പാസ് തന്നു. ഒരെണ്ണം പിന്നെ അത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തെ കയറി കഴിയുമ്പോഴത്തേന് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ 2 മറ്റേ ഈ ഇത് കൂട്ട് കൊണ്ടുവന്ന എന്താ ഈ വേറൊരു ചെറിയൊരു സൈസ് ട്രക്കാ. അത് 2 അവന്മാരെ ഇൻസ്പെക്ഷൻ വിളിച്ചു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കറക്റ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ്. അതിന്റെ അവിടെ ഒരു ബമ്പ് ചാടിയതാ. ഞാനത് നിങ്ങൾ എണീറ്റ് കിടന്നു. ഒരു 1.5 ബമ്പ് അവന്മാർ ഫിറ്റ് ചെയ്ത് വെച്ചേ. അല്ല നമ്മളെ വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ വല്ലവരുടെ വണ്ടി വെച്ച് നമുക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെയാണ്. പിന്നെ ഇത് ഇൻസ്പെക്ഷൻ നടത്തുക ഈ വർഷം. അതുകൊണ്ട് ഈ സ്റ്റിക്കർ കാണുമ്പോൾ ചിലപ്പോൾ ഇത് 6-ൽ ഈ സ്റ്റിക്കർ കിട്ടിയാലേ പണ്ടൊരു പ്രാവശ്യം ഏതൊരു പഞ്ചാബ് ഇങ്ങനെ കിട്ടിയിട്ടെ അവൻ ഈ വേറൊരു ട്രക്കിന്റെ സ്റ്റിക്കർ ഇവത്തേന്ന് വലിച്ചു പറിച്ച് അവത്തെ കൊണ്ട് ഒട്ടിക്കുക. ഏതാ വേറെ വല്ല വേണോ? ഇവനെ തന്നെ പൊട്ടണെന്നാ വിചാരം അല്ലേ? അത് മറ്റേ ഇവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഉണ്ടല്ലോ. അവൻ ഓർക്കുന്ന ഈ സ്റ്റിക്കർ കണ്ട അപ്പൊ സ്റ്റിക്കർ കണ്ട് സ്കാൻ ചെയ്ത് ഇത് നോക്കുമ്പോ വേറെ വണ്ടി അടുത്ത് വേറെ അതിൽ കൂടുതൽ വേറെ വല്ല വേണോ അവന്? അല്ലെങ്കിൽ അവന് ചുമ്മാ വിട്ടാനേ വെയിറ്റ് നോക്കി. അതെ, അത് കഴിയുമ്പോ പിന്നെ ഉള്ള ഇങ്ങനെ കാണുന്നവന്മാരെ എല്ലാം കൂടെ പിടിക്കും. എല്ലാരും കൂടെ പിടിക്കും. അതാണ് ഇവന്മാരുടെ ബുദ്ധിയെ. ഇങ്ങനെ വരുമ്പോ ഇത് ഇവന്മാര് പിടിച്ചു കഴിയുമ്പോ പിന്നെ ആ തരത്തിലാവും. ഇത് വന്നാലും കാര്യമില്ല, ഇന്ത്യക്കാരാ ഓടിക്കുന്നത്. അത് ചിലപ്പോ ഇവന്മാര് ഇപ്പൊ ഒട്ടിച്ചതായിരിക്കും. അതാണ് ഇതിനകത്തെ പ്രശ്നം.
ഓ ഞങ്ങൾ ഇന്നാളെ ഒരു ദിവസം പണ്ട് ഇതുപോലെ കാലിഫോർണിയ ഒരു തല്ലിപ്പൊളി ട്രെയിലറായിരുന്നു. സിറ്റിന്റെ അതിപ്പില്ലെന്നു ഒരു ഏറ്റവും പഴയ സാധനം. അത് കാണുമ്പോ തന്നെ പിടിക്കാൻ തോന്നും. ഞങ്ങളിങ്ങനെ പറഞ്ഞു കയറിയ സ്കെയിലിൽ കയറി ഇൻസ്പെക്ഷൻ ഇട്ടോളാൻ പറഞ്ഞു. എം ഡി ആയിട്ട് ഞാൻ വേറൊരു ട്രക്കിന്റെ മറവിൽ ഇങ്ങനെ പോവാ. ബൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു. അത് കാലിഫോർണിയ മറ്റേ നമ്മള് മറ്റേ അവിടുന്ന് ഇങ്ങോട്ട് വരികയല്ലേ, മറ്റേ ലാസ് വേഗാസ് കൂടി അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോഴുള്ള മറ്റേ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പഴത്തെ ലോഡഡ് ട്രെയിലർ. അപ്പൊ എനിക്ക് തോന്നുന്നു അവനെ പതുങ്ങി അങ്ങ് പോയ ഈ ട്രെയിലർ കണ്ടോണ്ട് വിളിക്കും. മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു, സിത്ത് ട്രക്ക് കം ടു ഇൻസ്പെക്ഷൻ. നിങ്ങളത് കേട്ടല്ലോ? കേട്ടു. മറ്റേ മനുവിനെ വിളിച്ചപ്പോ പറഞ്ഞേ അന്ന് യൂറിൻ കിഡ്നി സ്റ്റോൺ ഉണ്ടായതും ഇതുപോലെ അറോറ വെച്ച് അവിടുത്തെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. ഇതെല്ലാം ഒരു സ്ഥലത്തുനിന്ന് ചില സ്ഥലങ്ങളില് ഇത് മറ്റേ റോക്ക് സ്പ്രിങ്സിലെത്തിയ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായല്ലോ. എന്ന് പറഞ്ഞ പോലെയാ അവിടെ ചെന്ന അറോറ കിടക്കണം കിഡ്നി സ്റ്റോൺ. എന്റെ പൊന്നോ, ആ പയ്യൻ എത്തിയോ പോലും, പാവം ചെറുക്കനാ. അതോർത്തിട്ട് ഒരു വിഷമം. വേറെ ആരാണെങ്കിലും നമുക്ക് ഇത്രയും വിഷമില്ല. ഇതാണ് ഒരു അയ്യോ പാവം ചെറുക്കൻ. അതെ, അവൻ നമ്മൾ പറഞ്ഞ പോലെ ഈ സഹിക്കാവുന്നതിന്റെ ഒക്കെ സഹിച്ചുള്ള പഞ്ചാബി ആണോ എന്ന് തന്നെ ഓർത്തു. ഇത്രയും അവന്റെ അപ്പനൊക്കെ ഉണ്ടല്ലോ എന്നെ ഫോറസ്റ്റ് ഓഫീസറോ അങ്ങനെ എന്തൊക്കെ സംഭവം. അതൊക്കെ വലിയ പൈസയൊക്കെ കൊടുത്ത് നിൽക്കണം. നാട്ടിലാണ്ട് വലിയ പ്രമാണിയൊക്കെയാ. അതേന്നെ. എന്നിട്ട് ഇവര് പക്ഷെ ഇവന്റെ ഈ പെരുമാറ്റം കാണുമ്പോഴും ഒരു അയ്യോ പാവം ചെറുക്കൻ. അല്ല ഞാൻ പറഞ്ഞ ആ ഒരു ഇതില് നല്ല രീതിയില് സാധാരണ രീതിയില്. പിന്നെ അവന്റെ തന്നെ ബാക്കിയുള്ളവർ ആരണ്ടൊക്കെ കൊണ്ട് പിന്നെ ഈ ബന്ധുക്കാരെല്ലാം ഇവർക്കെല്ലാം ഇവിടെ ഒരു താവളമാണല്ലോ. അല്ല, ഈ ഇവരൊന്നുമില്ലാത്തവന് പോലും ഞാൻ പഞ്ചാബിയാടാന്നുള്ള അഹങ്കാരാ. അതെ 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 അതെ. ഇന്ത്യയിലെ വേറെ ആരെക്കാളും മുകളിലാ ഞങ്ങളെന്നുള്ള. ഇവൻ ഇത്ര ഉണ്ടായിട്ട് പോലും അതൊന്നുമില്ല. പയ്യനൊന്ന് സെഞ്ചുറി അടിച്ചല്ലോ. ആരാ? സഞ്ജു സാംസൺ. ഗണേഷ് 214. ഗണേഷ് ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി ബ്രോ നമ്മുടെ ദേവസ്യാച്ചന്റെ റിയൽ നെയിം എന്താണ്? ശരിക്കും ദേവസ്യാച്ചന്റെ ശരിക്കും പേരാണ് ദേവസ്യാച്ചൻ ജോർജ്. അതാണ് മുഴുവൻ പേര്. ദേവസ്യാച്ചൻ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ജോർജും. കാരണം നമ്മളിത് ഇപ്പം മാത്തുക്കുട്ടി എന്റെ പേര്, ദേവസ്യാച്ചൻ, ഇതൊക്കെ നമ്മുടെ ഒരു ഏരിയ അല്ലാത്തവർക്ക് ചിലപ്പോ ഇത് ഓമനത്തം കൊണ്ട് വിളിക്കുന്ന വീട്ടിൽ അങ്ങനെ വിളിക്കുമല്ലോ, മാത്തുക്കുട്ടി എന്ന് വിളിക്കും. പക്ഷെ ഒഫീഷ്യൽ പേര് വരുമ്പോ മാത്യു അങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ ആർജെ മാത്തുക്കുട്ടി മറ്റേ പലരുടെ എടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ പേര് മാത്യു എന്നാ. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ദേവസ്യാച്ചൻ വീട്ടിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ അല്ലാത്ത സ്കൂളിലെ പേര് സെബാസ്റ്റ്യൻ എന്നൊക്കെ. അപ്പം ശരിക്കും സെബാസ്റ്റ്യൻ എന്നുള്ളതിന്റെ ഒരു മലയാളീകരിച്ച പേരാ ശരിക്കും ദേവസ്യാച്ചൻ. ഇപ്പൊ നമ്മുടെ അവിടെ ദേവസ്യാച്ചൻ എന്ന് പറയും. എറണാകുളം സൈഡിലോട്ടൊക്കെ പറഞ്ഞ ദേവസി എന്നൊക്കെ, ഈ തൃശ്ശൂർ സൈഡിൽ വരുമ്പോ ദേവസി. ദേവസ്യാച്ചന്റെ ഒറിജിനൽ പേരാണ് ദേവസ്യാച്ചൻ. അതെ. അതുപോലെ എന്റെയും ഒറിജിനൽ പേര് മാത്തുക്കുട്ടി. അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മളായിട്ട് ഫേമസ് ആയില്ലേലും നമ്മുടെ പേര് കൊണ്ട് നമ്മളെ അറിയാം. 10ാം ക്ലാസ്സിൽ പേര് മാറ്റാൻ ഓപ്ഷൻ ഉണ്ടെന്നറിഞ്ഞ ഞാൻ വീട്ടിൽ കിടന്ന് എന്തോരം ബളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ. എന്റെ പേര് മാറ്റാൻ വിമൽകുമാർ എന്നാക്കാനായിരുന്നു. ഓരോരോ ഭാഷ പേരുണ്ടായിരുന്നു അന്നേരം. എന്ത് ചെയ്താ അമ്മച്ചിയും വെല്ലുമ്മച്ചി സമ്മതിക്കില്ലായിരുന്നു. വെല്ലുപ്പന്റെ പേരാ, അത് മതിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരു പക്വതയൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായ കുഴപ്പമില്ല. ഈ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് എന്റെയൊക്കെ ഈ സമയങ്ങളിൽ സ്കൂളുകളിൽ കുറെ പേർക്ക് ഈ മോൻ കൂട്ടിയുള്ള ജോമോൻ അങ്ങനത്തെ പേരുകളാണല്ലോ. പിന്നെ നമ്മുടെ പേര് ദേവസ്യം എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രായമായ ഒരാളെന്നുള്ള രീതിയിലാണ്. അതെ. ഇവിടെ ആണെങ്കിലും ഈ ഞാൻ ആൽഫ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം അവിടെ മലയാളികൾ 1-2 പേരുണ്ട്. പക്ഷെ ഇവർക്ക് എന്നെ കണ്ടുപരിചയമില്ല. ഇവർ നമ്മൾ ഈ ചെക്കിന്റെ ഇത് കവറിലെ പേരെഴുതിയാണല്ലോ ഇടുന്നത്. അപ്പൊ അവര് നോക്കിയേക്കുന്ന അപ്പൊ ഒരു ആഴ്ച ഇതുപോലെ ഒരു അപ്രീസിയേഷൻ പാർട്ടി പോലെ ആൽഫക്കാര് ക്രിസ്മസിന്റെ വെച്ച്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ വലിയ എക്സ്പെക്റ്റോടുകൂടി ഇന്ന് ദേവസ്യാച്ചനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് വന്നപ്പോ ഞാനാന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഓവർ എക്സ്പെക്ടേഷൻ ആയിരുന്നു പറഞ്ഞു. എല്ലാവരും ഭയങ്കര പ്രായമുള്ള പുള്ളി. പണ്ട് ഞാൻ ഈ നമ്മുടെ അറിഞ്ഞ ഇടയ്ക്ക് ഈ കരമടയ്ക്കാനും മറ്റേ അങ്ങനത്തെ ചെറിയ പരിപാടിക്കൊക്കെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ വിടും. അവിടെ ചെന്ന് കഴിയുമ്പം എന്റെ പേരനാടാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ദേവസ്യാച്ചൻ. അപ്പൊ അവന്മാര് പറഞ്ഞത് അവരെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ പറയാ അതെങ്ങനെയാ നിന്റെ പേര് അങ്ങനെയാ. അപ്പൊ ഞാനിങ്ങനെ പറയും അതാ എന്റെ പേര്.
ഞങ്ങളെ പറ്റിക്കുന്നത്. പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാ പരിപാടി. എന്നിട്ട് ഞാൻ തന്നെ ഇത് ഒരു വശം പിന്നെ ഏതോ ഒരു ഇങ്ങനെ പേപ്പർ പോലത്തെ ഈ SSLC ആയിട്ടില്ല, പിന്നെ SSLCയുടെ കോപ്പിയാണ്, എന്തോ ഒരു പേപ്പറിൽ ഇങ്ങനെ ദേവസ്യാച്ചെന്നുള്ള സംഭവം ഇതുണ്ട്. അതിനൊരു ഫോട്ടോസ്റ്റാറ്റ് എന്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ട്. ഞാൻ തന്നെയാണോ ഇത്? ഇതൊന്ന് വിശ്വസിക്കാനല്ലേ. അന്ന് വേറെ എന്നാ വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോ ബസിന്റെ കൺസ്ട്രക്ഷൻ കാർഡ് കിട്ടിയതേ, അതേ പേരാണല്ലോ, പേര് ഫോട്ടോയും ഉണ്ട്. എന്താ പേര് സംശയമാണോ? എത്ര കിലോമീറ്ററിനുള്ളിലാ? 30 കിലോമീറ്ററിനുള്ളിൽ റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്. അവിടെ നിർത്തി ഷിഫ്റ്റ് മാറാനാണ് പരിപാടി. കാരണം ഇന്നലെ ഡെലിവറി നടക്കാത്തത് കൊണ്ടും ഇന്ന് രാവിലെ വെളുപ്പിനെ അവർ വിളിച്ച് ഡെലിവറി ഉണ്ടായിരുന്നുകൊണ്ടൊന്നും നമ്മുടെ ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു എൻ്റെ. അപ്പോൾ അത് കാരണം ഒരു ഇച്ചിരി നേരം എക്സ്ട്രാ ഞങ്ങൾ എടുത്ത് ദേവസ്യാച്ചൻ വന്ന് പിക്കപ്പൊക്കെ എടുത്ത് തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് മാറാൻ ഇച്ചിരി താമസിച്ചത്. ടെമ്പറേച്ചർ എത്രയുണ്ട് സാറേ? 20. അടിപൊളി. ഇന്നിപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്. മിനിഞ്ഞാന്ന് നമ്മൾ ശരിക്കും സലീനാഥ് നീർ റൂട്ടിലായിരുന്നു പോകേണ്ടത്. അന്നേരം നോക്കിയപ്പോഴത്തേക്കും ഇവിടെ പണി കിട്ടിയത് നല്ല സ്നോയും ചെയിനിടിയിലും കർമ്മങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ അപ്പുറം വഴി പോയത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസവും 2 ദിവസത്തിനുള്ളിലല്ല ടെമ്പറേച്ചർ മാറണേ. പെട്ടെന്ന് മാറും. അതും ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആലോചിച്ച്. ഒരു 20-25 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ മാറുന്നത്. അതെ, പെട്ടെന്നേ കാലാവസ്ഥയുടെ ഓരോ കളികളെ. അങ്ങനെ നമ്മുടെ റെസ്റ്റ് ഏരിയ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരുത്തും പുഷപ്പ് അടിക്കുന്നുണ്ടോ? ഒരുത്തും തലയും കുത്തി നിന്ന് പുഷപ്പ് അടിക്കുന്നു. വേണ്ട കണ്ടോ കണ്ടോ. ഒത്തിരി ട്രാവലേഴ്സ് വേണ്ട അവരുടെ ക്യാമ്പറുകൾ കൊണ്ടൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയ റെസ്റ്റ് ഏരിയ ഇല്ലേ, ആ റെസ്റ്റ് ഏരിയയുടെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് ജസ്റ്റ് ഷോർട്സ് മാത്രമായിട്ട് ഇടാവേ. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന ഷോർട്സ് എല്ലാം ഞാൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് എടുക്കുന്ന വിഷ്വൽസാണ് കേട്ടോ. എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് സെറ്റാക്കി കൊടുത്തേക്കുന്നത് അല്ലേ. അത് ഓരോ സ്റ്റേറ്റും അവരുടേതായ റിസോഴ്സസ് ഉപയോഗിച്ച അവരുടേതായ എന്നാ പറയുന്നത് അവരെ അഹങ്കരിക്കുന്ന പോലെ ഉണ്ട്. ഏത് നമ്മുടെ സ്റ്റേറ്റാണ് ഏറ്റവും അടിപൊളി സൗകര്യം യാത്രക്കാർക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു സെറ്റപ്പിൽ കൊള്ളാം. കാരണം നമ്മളെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തേക്കുന്ന റെസ്റ്റ് ഏരിയകൾ ടെക്സാസിലാണ്. അതോടൊപ്പം തന്നെ വേണ്ട കാലിഫോർണിയയുടെ സെറ്റപ്പുകൾ കണ്ടോ. വേസ്റ്റൊക്കെ കളയാനുള്ള പ്രത്യേകം സെറ്റപ്പ്. അതും വേസ്റ്റ് കളയുമ്പോഴത്തേക്ക് ഇവിടെ വൈൽഡ് ആനിമൽസ് ഉള്ളതുകൊണ്ട് അതും ഒന്ന് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് ആനിമൽസിന് റീച്ച് ചെയ്യാത്ത രീതിയിലുള്ളത്. ഇപ്പം ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആനിമൽസ് വന്ന് അത് അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അവരുടെ കൈ കൊണ്ട് എത്തൂല്ലാത്ത രീതിയിലൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു കോംപ്ലക്സ് ഉണ്ടോ, ഇതിൻ്റെ അകത്താണ് റെസ്റ്റ് റൂംസും ഫെസിലിറ്റീസും എല്ലാം. അപ്പം നമുക്കെന്തായാലും ഒന്ന് വാഷ്റൂം ഒക്കെ ഉപയോഗിച്ച് മുഖം കഴുകി പയ്യെ വണ്ടി എടുക്കാം, അല്ലാതെ ഒത്തിരി താമസിക്കും. നോക്കിക്കേ, ഇവിടെ എല്ലാം പുറത്ത് പിക്നിക്കിന് വേണ്ടിയിട്ട് അവർ ടേബിൾ ഇട്ടേക്കുന്നുണ്ടോ. നല്ല പ്രകൃതി മനോഹരമായ സെറ്റപ്പ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. എന്നാ അടിപൊളിയല്ലേ. അല്ല, നിങ്ങളിത് ആലോചിച്ചോണം, ഇതെല്ലാം ഗവൺമെൻറ് ഇവിടുത്തെ സിറ്റിസൺസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവിടെ കാണുന്ന ആ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന യാത്രികർക്കെല്ലാം ഇവിടെ നിർത്തി ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് റിഫ്രഷായി അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ. Take me on your magic river.
side.